ദൈവമേ, ദൈവപുത്രനെ, നിത്യരാജാവേ, സത്യദൈവമേ, എന്നെ ഓർത്തപ്പോൾ എന്നെ രക്ഷിപ്പാൻ എനിക്കായി നീ മണ്ണിൽ വന്നല്ലോ. ദൈവമേ, ദൈവപുത്രനെ, നിത്യരാജാവേ, സത്യദൈവമേ, എന്നെ ഓർത്തപ്പോൾ എന്നെ രക്ഷിപ്പാൻ എനിക്കായി നീ മണ്ണിൽ വന്നല്ലോ. യേശുവേ, 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 യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് 47-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആമേൻ. ഒരു ഭയങ്കര ഉറപ്പുള്ളൊരു വചനം. ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? എല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം ഭരിക്കുന്നതും നമ്മുടെ ദൈവമാണ്. സിംഹാസനത്തിൽ ഇനി വരുമെന്നല്ല, അവൻ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തില് യോഹന്നാനെ കാണിച്ച ദർശനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും എന്ന് പറഞ്ഞാൽ ഇരുന്നവനാണവൻ, ഇരിക്കുന്നവനാണവൻ, വരുന്നവനാണ്. രാജാവായി ജനിച്ചവനാണ്, രാജാവായി ജീവിച്ചവനാണ്, രാജാവായി മരിച്ചവനാണ്, രാജാവായി ഉയർത്തെഴുന്നേറ്റവനാണ്, രാജാവായി വേഗം വരുന്നവനാണ്, ഇനി രാജാവായി ഭരിക്കുന്നവനാണ്. എന്താ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എൻ്റെ ദൈവം ഇന്നും സിംഹാസനത്തിലിരിക്കുന്നു. ആമേൻ. ഭരണം നഷ്ടപ്പെട്ട ഒരു നേതാവല്ല നമ്മുടെ ദൈവം. എന്നും അവനാണ് രാജാക്കന്മാരെ വാഴിക്കുന്നത്, രാജാക്കന്മാരുടെ രാജാവാണ്. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിൽ കാണുന്നതും ആ ഒരു കാഴ്ചയല്ലേ? ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കണ്ടേ. ആമേൻ. കാലിയായ ഒരു സിംഹാസനമല്ല, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, സകലവും നിയന്ത്രിക്കുന്നത് ഈ ദൈവം. മറ്റാർക്കും അധികാരവും കൊടുത്തിട്ടില്ല, മറ്റൊരു വ്യക്തിക്കും കൊടുത്തിട്ടില്ല. ആ ദൈവം നിന്റെ അകത്തും രാജാവായിട്ട് വസിക്കുന്നത്. നിന്റെ വിഷയത്തിലും അവൻ രാജാവാണ്, നമ്മുടെയും രാജാവാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് പറയുന്നത്, ഒരു ശക്തിയും നമ്മെ കീഴ്പ്പെടുത്താനോ ഒരു ശക്തിയും നമ്മെ തകർക്കാനോ അനുവദിക്കത്തില്ല. കാരണം നമ്മുടെ ദൈവം രാജാവാണ്. എനിക്കെന്തോ ഈ വചനം ഇന്ന് നിങ്ങൾക്ക് തരുവാൻ ഉള്ളത്തിലൊരു ബോധ്യം തന്നു. സ്തോത്രം. നിങ്ങൾ എവിടെയൊക്കെയോ ഭയപ്പെട്ട് ഭീതിപ്പെട്ടോ ഒക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷേ നമ്മുടെ ദൈവം രാജാവാണ്, അവൻ വാഴുന്നു. തിരുവചനം പറയാം, അവൻ വാഴുന്നു എന്ന് പറയുവീൻ, അവനാണ് ഭരിക്കുന്നതെന്ന് പറയുവീൻ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ അവൻ ഭരണം നടത്തും, നിങ്ങളുടെ തകർച്ചകളുടെ മേൽ അവൻ ഭരണം നടത്തും. സ്തോത്രം. നിങ്ങളുടെ പ്രതിസന്ധികളുടെ മേൽ അവൻ ഭരണം നിരക്കും. നമുക്ക് പറയണം, യേശുവേ, നീ രാജാവായിട്ട് എൻ്റെ ഉള്ളിൽ വന്ന് വാഴ്ച നടത്തണേ, എൻ്റെ കുടുംബത്തിൽ വാഴ്ച നടത്തണമേ. ഇന്ന് ഈ വചനം പറയുമ്പോൾ ആവശ്യമില്ലാതെ തുടരുന്ന ചില ആധിപത്യങ്ങൾ നിങ്ങളെ വിട്ടു മാറുകയും നിങ്ങളുടെ മേൽ ഭരണം നടത്തുന്ന ചില ദുഷ്ടമണ്ഡലങ്ങളുടെ ഭരണാധികാരം ക്യാൻസലാകുകയാണ്. കാരണം നീ ഇവിടെ പ്രഖ്യാപിച്ചു, ആമേൻ, സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നു. ആമേൻ. പറഞ്ഞാട്ടെ, അവൻ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വേറൊരാളും അധികാരം നടത്താൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാ
ദൈവഹിതമില്ലാത്ത ഭരണങ്ങളും എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ സ്വാധീനങ്ങളും നിങ്ങളെ വിട്ട് മാറട്ടെ. ആമേൻ. നിങ്ങളിൽ ഈ ഭരണം ആരംഭിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഭരണം നടക്കട്ടെ, നിങ്ങളുടെ ദേശത്ത് ഈ ഭരണം നടക്കട്ടെ, നിന്റെ സഭയിൽ ഈ ഭരണം നടക്കട്ടെ. എന്തിന്? നീ ആയിരിക്കുന്ന എല്ലായിടത്തും ഈ ഭരണത്തിൻ്റെ സ്വാധീനം നിറയട്ടെ. അങ്ങനെ മുഴുഭൂമിയിലും ദൈവ മഹത്വം കൊണ്ട് നിറയട്ടെ. ആമേൻ. ഇന്ന് ഈ വചനം പറയുമ്പോൾ സ്പിരിറ്റ് തലത്തിൽ ഭയങ്കര വിടുതൽ നടക്കും. ചില അനാവശ്യമായുള്ള കർത്തൃത്വങ്ങൾ, അധികാരങ്ങൾ നിങ്ങളെ വിട്ടു മാറും. കാരണം നിങ്ങൾ പറഞ്ഞത് കർത്താവാണ് സിംഹാസനത്തിൽ വാഴുന്നത്. ഉറപ്പായിട്ടും എല്ലാ ഇടത്തും ആ ദൈവത്തിൻ്റെ ഭരണം നിങ്ങൾ കാണാൻ പോവാണ്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിലെല്ലാം അത് കാണാൻ പോവാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഭരണം ശക്തമാകാൻ, നമ്മുടെ കുടുംബത്തിൽ ഒന്നും കൂടെ വെളിപ്പെട്ടു വരാൻ, ദൈവമാണ് എൻ്റെ രാജാവെന്ന് കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശു അങ്ങ് നിത്യ രാജാവാകുന്നു, അങ്ങ് രാജാതി രാജാവാകും. കർത്താവേ, ഇന്ന് രാവിലെ സമയം ഞങ്ങളത് ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങളുടെ രാജാവും കർത്താവുമാകുന്നു. എല്ലാവിധമായ ഭരണവും യേശു അങ്ങ് ഏറ്റെടുക്കണമേ. സകലവിധമായ ദുഷ്ടൻ്റെ നുഖങ്ങളും ദുഷ്ടൻ്റെ കർത്തൃത്വവും ദുഷ്ടൻ്റെ ഭരണവും യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തികളിൽ നിന്ന്, ഈ കുടുംബത്തിൽ നിന്ന് മാറുവാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ ഭരണം, യേശുവിൻ്റെ വാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ദേശത്ത്, കർത്താവിൻ്റെ സഭയിലെല്ലാം യേശുവെ തിരുഹിത പ്രകാരമുള്ള യേശുവിൻ്റെ വാഴ്ച നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെ സ്ഥലം നിയന്ത്രിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ കർത്തൃത്വം യേശുവെ അങ്ങ് ഏറ്റെടുക്കണം. ഈ വ്യക്തികളെ, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നിങ്ങൾ മറക്കാതെ ഈ വാക്ക് പറയണം. ഇതിന് ഭയങ്കര അധികാരമുണ്ട്. എൻ്റെ കർത്താവ് വാഴുന്നു, എൻ്റെ കർത്താവ് ഭരിക്കുന്നു, എൻ്റെ കർത്താവ് ഇന്നും സിംഹാസനത്തിലിരിക്കുന്നു, അവനാണ് എൻ്റെ ദൈവം. നിങ്ങളത് പറയണം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു. സകല അധികാരങ്ങളെയും ക്യാൻസലാക്കി ദൈവാധികാരം ഈ കുടുംബത്തിൽ, ഈ വ്യക്തിയിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. എല്ലായിടത്തും ദൈവത്തിൻ്റെ ഭരണം കാണട്ടെ. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് അവരെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയൊരു ദൈവ പദ്ധതിക്കായിട്ട് നിങ്ങൾ ചലിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായിരിക്കും. കർത്താവ് കൂടെ ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ശാലോം.